നമസ്കാരം, പ്രവാസ് മലയാളിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രവാസ ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. കുവൈറ്റിൽ 720 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഇതുവരെ 88,963 പേർക്കാണ് വൈറസ് ബാധിച്ചത്. ശനിയാഴ്ച 486 പേർ ഉൾപ്പെടെ 79,903 പേർ രോഗമുക്തി നേടി. 3 പേർ കൂടി മരിച്ചതോടെ രാജ്യത്തെ കോവിഡ് മരണം 540 ബാക്കി 8,520 പേരാണ് ചികിത്സയിലുള്ളത്. 91 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. 4,414 പേർക്കാണ് പുതുതായി കോവിഡ് പരിശോധന നടത്തിയത്. ബഹ്റൈനിൽ കോവിഡ് ബാധിച്ച് 5 പേർ കൂടി മരിച്ചു. 3 സ്വദേശികളും 2 പ്രവാസികളുമാണ് മരിച്ചത്. ഇതോടെ രാജ്യത്തെ മരണസംഖ്യ 196 ഉയർന്നു. പുതുതായി 626 പേർ കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഇവരിൽ 105 പേർ പ്രവാസികളാണ്. 515 പേർക്ക് സമ്പർക്കത്തിലൂടെയും 6 പേർക്ക് യാത്രയിലൂടെയുമാണ് രോഗം പകർന്നത്. 368 പേർ സുഖം പ്രാപിച്ചതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇതോടെ രാജ്യത്ത് രോഗമുക്തി നേടിയവരുടെ എണ്ണം 50,013 ഉയർന്നു. ദുബായിൽ മലയാളി ക്യാപ്റ്റനെ കപ്പലിലെ തന്റെ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഷിപ്പിംഗ് കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള കപ്പലിന്റെ ക്യാപ്റ്റൻ ആലുവ തറക്കണ്ടത്തിൽ അജൽ ഖാദറിനെയാണ് ജോലി ചെയ്യുന്ന കപ്പലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉറക്കത്തിൽ ഹൃദയാഘാതമുണ്ടായതാണ് അപകട കാരണമെന്ന് കരുതുന്നു. ഇന്ത്യയിൽ നിന്ന് ദുബായിലേക്ക് ചരക്കുമായി വരുമ്പോൾ UAE തീരത്ത് നിന്ന് ഏതാനും നോട്ടിക്കൽ മൈൽ അകലെയാണ് സംഭവം. വിശ്രമമുറിയിൽ നിന്ന് ഡ്യൂട്ടിക്ക് വരാത്തതിനെ തുടർന്ന് സഹപ്രവർത്തകർ മുറിയിലെത്തി വിളിച്ചപ്പോൾ പ്രതികരിക്കാത്തതിനെ തുടർന്ന് ദുബായ് പോർട്ട് റാഷിദിലേക്ക് വിവരം അറിയിക്കുകയായിരുന്നു. വന്ദേ ഭാരത് 6ാം ഘട്ടത്തിന്റെ ഭാഗമായി ഒമാനിൽ നിന്ന് 25 അധിക വിമാന സർവീസുകൾ കൂടി പ്രഖ്യാപിച്ചു. പുതുതായി പ്രഖ്യാപിച്ച സർവീസുകളിൽ 8 എണ്ണം കേരളത്തിലേക്കുള്ളതാണ്. മസ്കറ്റിൽ നിന്നും കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലേക്ക് 2 സർവീസുകൾ വീതമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അധിക സർവീസുകൾ സെപ്റ്റംബർ 14 ആരംഭിച്ച് 30 അവസാനിക്കും. വന്ദേ ഭാരത് 6ാം ഘട്ട സർവീസുകൾ സെപ്റ്റംബർ 4 മുതലാണ് ആരംഭിച്ചത്. 21 സർവീസുകളാണ് 6ാം ഘട്ടത്തിൽ ആദ്യം ഉൾപ്പെടുത്തിയിരുന്നത്. ആദ്യം പ്രഖ്യാപിച്ചവയിലും 7 സർവീസുകൾ കേരളത്തിലേക്കായിരുന്നു. മെയ് 9 വന്ദേ ഭാരത് ദൗത്യം ഒമാനിൽ നിന്നും ആരംഭിച്ചത്. ഖത്തറിൽ പ്രൊബേഷൻ കാലാവധിയിൽ ജോലി മാറണമെങ്കിൽ തൊഴിലുടമയ്ക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് വ്യവസ്ഥ. തൊഴിൽ മാറ്റത്തിന് ഖത്തർ ഭരണനിർവഹണ വികസന തൊഴിൽ സാമൂഹിക കാര്യ മന്ത്രാലയത്തിന്റെ നോട്ടിഫിക്കേഷൻ സംവിധാനത്തിലൂടെ തൊഴിലുടമയെ നേരത്തെ അറിയിക്കുകയും വേണം. പ്രൊബേഷൻ കാലാവധിയിൽ ജീവനക്കാരന് തൊഴിൽ മാറണമെങ്കിൽ നിലവിലെ തൊഴിലുടമയെ 1 മാസം മുമ്പ് അറിയിച്ചിരിക്കണം. മാത്രമല്ല, തൊഴിലുടമയ്ക്ക് ചെലവായ റിക്രൂട്ട്മെന്റ് ഫീസിന്റെയും വൺ വേ വിമാന ടിക്കറ്റിന്റെയും ഒരു ഭാഗവും ജീവനക്കാരൻ നൽകുകയും വേണം. നിലവിലെ തൊഴിലുടമയും പുതിയ തൊഴിലുടമയും തമ്മിൽ ഇക്കാര്യത്തിൽ ധാരണയിലും എത്തണം. സന്ദർശകരുടെ എണ്ണം കൂടിയതോടെ മെഡിക്കൽ ടൂറിസം രംഗത്ത് വീണ്ടും ഉണർവ്. ദുബായ് വിമാന സർവീസുകൾ പഴയപടിയിലാകുന്നതോടെ കൂടുതൽ പേർ എത്തുമെന്നാണ് ദുബായ് ഹെൽത്ത് അതോറിറ്റിയുടെ പ്രതീക്ഷ. അടിയന്തര സാഹചര്യങ്ങളിൽ ചികിത്സ തേടുന്നവരെയാണ് നിലവിൽ പരിഗണിക്കുന്നതെന്ന് ഹെൽത്ത് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ മുഹമ്മദ് അൽ മെഹ്രി പറയുകയുണ്ടായി. ടെലി കൺസൾട്ടേഷൻ സംവിധാനം ഒരുക്കിയിട്ടുമുണ്ട്. ചികിത്സയ്ക്ക് വരും മുമ്പ് മാർഗനിർദ്ദേശങ്ങൾ തേടാം. മാസ്ക് ധരിക്കാതെ പുറത്തിറങ്ങുന്നവരിൽ നിന്ന് പിഴ നേരിട്ട് ഈടാക്കാൻ നിയമ ഭേദഗതി വരുന്നു. നിലവിൽ സാംക്രമിക രോഗങ്ങൾക്കെതിരായ പ്രതിരോധ നടപടികൾ അവഗണിക്കുന്നവർക്കെതിരെ കേസെടുത്ത കോടതിയിൽ കുവൈറ്റിലെ നിയമവ്യവസ്ഥ എന്നത്. ഇതിൽ ഭേദഗതി വരുത്തി പിഴ തത്സമയം ഈടാക്കുന്നതിനുള്ള വ്യവസ്ഥ ചേർക്കാനാണ് തീരുമാനം. പ്രതിരോധ നടപടികൾ അവലോകനം ചെയ്യുന്നതിനുള്ള സമിതി ഇക്കാര്യം അംഗീകരിച്ചതായി മുനിസിപ്പാലിറ്റി ഡയറക്ടർ ജനറൽ അഹമ്മദ് അൽ മൻഹൂഫി പറയുകയുണ്ടായി. സ്കൂൾ ബസ്സുകളുടെ സ്റ്റോപ്പ് ബോർഡ് മറികടക്കുന്ന വാഹനങ്ങൾക്ക് 1000 ദിർഹം പിഴയും 10 ട്രാഫിക് പോയിന്റും ശിക്ഷ ലഭിക്കും. സ്കൂളുകൾ വീണ്ടും തുറക്കുകയും ബസ്സുകൾ നിരത്തുകളിൽ സജീവമാക്കുകയും ചെയ്തതോടെയാണ് അബുദാബി പോലീസ് പരിശോധനയും കർശനമാക്കിയത്. കുട്ടികളെ കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്നത് അതീവ ശ്രമകരമായ പ്രക്രിയയാണ്. ഈ സമയങ്ങളിലെ അശ്രദ്ധ വലിയ അപകടങ്ങൾക്ക് കാരണമായേക്കും. ഇന്ത്യൻ കോൺസുലേറ്റിന്റെ പുതിയ നിബന്ധന കാരണം പ്രവാസികളുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉയർന്ന പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണുമെന്ന് ദുബായ് ഇന്ത്യൻ കോൺസൽ ജനറൽ ഡോക്ടർ അമൻപുരി ഉറപ്പു നൽകിയതായി KMCC നേതാക്കൾ അറിയിച്ചു. പ്രതിസന്ധിക്ക് കാരണമായ മുദ്രപത്രവുമായി ബന്ധപ്പെട്ട നിബന്ധനയിലെ അപാകത കോൺസൽ ജനറലിനെ രേഖാമൂലം ധരിപ്പിച്ചെന്നും അദ്ദേഹം ഉടൻ തന്നെ പ്രതിസന്ധി പരിഹരിക്കാമെന്ന് ഉറപ്പു നൽകിയതായും UAE KMCC നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് പുത്തൂർ റഹ്മാനും ജനറൽ സെക്രട്ടറി നിസാർ തളങ്കരയും അറിയിച്ചിരിക്കുകയാണ്. സൗദി അറേബ്യയിലേക്ക് വിദേശ ജോലിക്കാരെ റിക്രൂട്ട് ചെയ്യുന്നതിന് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്താൻ തൊഴിൽ മന്ത്രാലയം ഉദ്ദേശിക്കുന്നതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സ്വദേശവൽക്കരണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് മന്ത്രാലയത്തിന്റെ പുതിയ തീരുമാനം.
ഇതിനായി റിക്രൂട്ടിംഗ് രംഗത്തെ വിദഗ്ധ സ്ഥാപനവുമായി തൊഴിൽ മന്ത്രാലയം കരാർ ഒപ്പുവെക്കും. 70 ദശലക്ഷത്തിലധികം വിദേശികൾ സൗദിയിൽ തൊഴിലെടുക്കുന്നുണ്ടെന്നാണ് കണക്ക്. രാജ്യത്തെ 86% കുടുംബങ്ങളിലും ഹൗസ് ഡ്രൈവർമാരുണ്ട്. 68% വീടുകളിലും വീട്ടുവേലക്കാരുമുണ്ട്. ഇതിലേക്കാണ് സ്വദേശിവൽക്കരണം കടുപ്പിക്കാൻ സൗദി തീരുമാനിച്ചിരിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.